മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നലെ പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആകുന്നു എന്നുള്ള ആ ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാട്ടിൽ ശ്രേഷ്ഠൻ, അപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു പിതാക്കന്മാരെക്കാട്ടിലും പ്രവാചകന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമുക്ക് അധികം പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അപ്പൊ ഇവിടെ നാം കാണാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ എന്ന് ഉള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ 1-2 വാക്യത്തിൽ God who sundry times and in diverse manners spake in the time past unto the fathers by the prophets hath in these last days spoken to us by his son. അപ്പോൾ പറയുകയാണ്, മുൻകാലങ്ങളിൽ ദൈവം പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു, എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ തൻ്റെ പുത്രനിൽ കൂടി നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പുത്രനിൽ കൂടി സംസാരിച്ച കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരു ശ്രേഷ്ഠത നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ആ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ, പിതാക്കന്മാരുടെ ദർശനങ്ങളും പിതാക്കന്മാരുടെ പ്രവചനങ്ങളും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ മുഖ്യ വിഷയമാരായിരുന്നു ക്രിസ്തു. മുഖ്യ വിഷയം തന്നെയല്ല, ദർശനങ്ങളുടെയും പ്രവചനത്തിൻ്റെയും പൂർത്തീകരണവും പൂർത്തികർത്താവും കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്, അല്ലേ? അതാണ് അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയുടെ ഒരു കാര്യം. നമുക്ക് ആ മലയാളത്തിൽ ഒന്ന് ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു കേൾക്കാം. യേശുക്രിസ്തു പിതാക്കന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠൻ. ആദ്യത്തെ 2 വാക്യങ്ങളിൽ യേശു പിതാക്കന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും വലിയവനാണെന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാളും പിതാക്കന്മാരെക്കാളും വലിയവനാണ്. കാരണം യേശു അവരുടെ പ്രവചനങ്ങളുടെയും ദർശനങ്ങളുടെയും വിഷയം മാത്രമല്ല, അവയുടെ പൂർത്തീകരണവും നിറവേറ്റുന്നവൻ കൂടിയുമായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ക്രൈസ്റ്റ് ഗ്രേറ്റർ ഓർ ബെറ്റർ ദാൻ ദ ഫാദേഴ്സ് ആൻഡ് ദ പ്രോഫറ്റ്സ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായം 56-ാമത്തെ വാക്യത്തിൽ ശിഷ്യരോട് ഇങ്ങനെ പറയുകയാണ്, യുവർ ഫാദേഴ്സ്, യഹൂദരോട് പറയുക, യുവർ ഫാദർ ഏബ്രഹാം റിജോയ്സ്ഡ് ടു സീ മൈ ഡേ ആൻഡ് ഹീ സോ ഇറ്റ് ആൻഡ് വാസ് ഗ്ലാഡ്. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ യഹൂദരോട് സംസാരിക്കുമ്പോൾ പറയുക, ഞാൻ നിങ്ങളോട് സത്യകാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു, പക്ഷെ അബ്രഹാം അങ്ങനെ ചെയ്തില്ല. ബട്ട് നൗ ye seek to kill me, a man that hath told you the truth, which I have heard of God. This did not അബ്രഹാം ഇത് അങ്ങനെ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന്. അപ്പോൾ നോക്കണേ, അബ്രഹാമിനോട് ആരാണ് വെളിപ്പെട്ടത്?
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവ. ഇവിടെ തന്നെ യേശുക്രിസ്തു ഒരു കാര്യം കൂടെ പറയുകയാണ്. 8:40 ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട സത്യങ്ങൾ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ പുത്രൻ പിതാവിനെ ദൈവം എന്ന് വിളിക്കുന്ന ഒരു വാക്യം കൂടിയാണ്. അപ്പോൾ അബ്രഹാം കർത്താവിൻ്റെ ദിവസങ്ങളെ നോക്കി പാർത്തു. അടുത്ത ഒരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ കാണുന്ന ദർശനമുണ്ടല്ലോ. ഉയർന്നും പൊങ്ങിയുമായി ഇരിക്കുന്ന ആ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നതും ചുറ്റും സാറാഫുകൾ 2 ചിറക് കൊണ്ട് മുഖവും 2 ചിറക് കൊണ്ട് അവരുടെ പാദങ്ങളും പിന്നെ 2 ചിറകുകൾ കൊണ്ട് പറന്ന് ഹോളി ഹോളി ഈസ് ദ ലോർഡ് ഗോഡ് ഓൾ മൈറ്റി എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 12:41 യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് യെശയ്യാ വാസ്തവത്തിൽ കണ്ടത് യേശു ക്രിസ്തുവിന്റെ മഹിമയാ കണ്ടതെന്ന്. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പിതാക്കന്മാർ യേശു ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ചു, യേശു ക്രിസ്തുവിന്റെ ദിവസത്തെ കാണാൻ ആഗ്രഹിച്ചു, യേശു ക്രിസ്തുവിന്റെ മഹിമയെ കണ്ടു. മോശയുടെ കാര്യം നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. കൊലോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നോക്കണേ, ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഹെബ്രായർക്കെഴുതിയ ലേഖനം 11:24 മുതൽ നമ്മൾ വായിക്കുമ്പോൾ മോശ ആരെ കണ്ടു? ആരുടെ കഷ്ടം? ക്രിസ്തുവിന്റെ കഷ്ടം സഹിക്കുന്നത് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠം എന്ന് എണ്ണി. മോശ ക്രിസ്തുവിന്റെ കഷ്ടം സഹിക്കുന്നത് മിസ്രൈമിന്റെ നന്മകളെക്കാട്ടിലും ശ്രേഷ്ഠം ആണ് എണ്ണുകയുണ്ടായി. അപ്പോൾ തന്നെ അവിടെ നമ്മൾ വായിച്ചു അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ. കൊലോസ്യർ 1:15 നമ്മൾ വായിക്കുന്നു. അത് തന്നെ ഹെബ്രായർക്കെഴുതിയ ലേഖനം 1 ആദ്യത്തെ 4 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ ഹീസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അപ്പോൾ മോശ കണ്ടത് ആരെയാ? ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യനായവനെ കണ്ടു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കണ്ടത്. നമുക്ക് മുൻപോട്ട് പോകാം. അടുത്ത വിഷയം യേശു ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്നുള്ള വിഷയം. ഇപ്പൊ നമ്മൾ പഠിച്ചു പിതാക്കന്മാരെക്കാട്ടിലും പ്രവാചകന്മാരെക്കാട്ടിലും നല്ലവൻ, ബെറ്റർ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി ദൂതന്മാരെക്കാട്ടിലും നമുക്ക് ഹെബ്രായർക്കെഴുതിയ ലേഖനം വീണ്ടും ഒരിക്കൽ കൂടി വായിക്കാം. 1-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 4 വരെ വാക്യം ഒന്നുകൂടെ വായിക്കാം നമുക്ക്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനു ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റും കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെ കാട്ടിലും ശ്രേഷ്ഠൻ. ഒന്നാമത്തെ കാരണം യേശു ക്രിസ്തു എല്ലാറ്റിനും
അവകാശിയാണ്. സങ്കീർത്തനം 2:7-8 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് പറയാം, ഐ വിൽ ഡിക്ലെയർ the decree, the Lord hath said unto me, thou art my son. ഇവിടെ നോക്കണേ, പിതാവായ ദൈവം പുത്രനോട് പറയുന്ന കാര്യമാണ്, thou art my son. This day I have begotten thee, ask of me, and I shall give thee the heathen for thine inheritance, and the uttermost part of the earth for thy possession. യോഹന്നാൻ 3:35 കർത്താവ് പറയുന്നത്, ഫാദർ loveth the son and hath given all things into his hands. നമുക്കത് മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. യേശു എല്ലാറ്റിന്റെയും അവകാശി. സങ്കീർത്തനം 2:7-8 വരെ. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. യോഹന്നാൻ 3:35. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. Praise the Lord. അപ്പോൾ നോക്കണേ, കർത്താവായ യേശു ക്രിസ്തുവിന് അവകാശി ആയത്, സകലതിനും അവകാശിയായത് ഒരു പിതാവ് പുത്ര ബന്ധത്തിൽ നിന്നാണ്. അതാണ് ഇൻഹെറിറ്റൻസ്. പിതാവ് പുത്രന് നൽകുന്ന ആ ഒരു ബന്ധത്തിൽ ഉളവാകുന്നതാണ്. അതേസമയം ഓരോ ദൂതന്മാരോടും പിതാവിന് അങ്ങനൊരു ബന്ധമില്ലായിരുന്നു, അല്ലേ? നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ ദൂതന്മാർക്ക് അധികാരങ്ങൾ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, മനുഷ്യർക്ക് അധികാരം ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഉദാഹരണത്തിന് നെബൂഖദ്നേസർ രാജാവിനോട് ദാനിയേൽ പറഞ്ഞു, ദൈവം അങ്ങേക്ക് നൽകിയ രാജ്യം ഏതാ, അതിൻ്റെ ഒരു കാലഘട്ടം വരെയും പറഞ്ഞു കൊടുത്തു, ഇല്ലേ? യോഹന്നാൻ 19:11 അധ്യായത്തിൽ യേശുക്രിസ്തു പീലാത്തോസിനോട് പറഞ്ഞു, പീലാത്തോസ് യേശുക്രിസ്തുവിനോട് ചോദിക്കുകയുണ്ടായി, നീ അറിയുന്നില്ലയോ, ഞാൻ വിചാരിച്ചാൽ നിന്നെ വേണമെങ്കിൽ വിട്ട് അയക്കാം, ഐ ക്യാൻ റിലീസ് യു. പക്ഷെ കർത്താവ് തിരിച്ചെന്ത് പറഞ്ഞു, എൻ്റെ പിതാവിൽ നിന്ന് നിനക്ക് ലഭിച്ചിട്ടുള്ള അധികാരമല്ലാതെ മറ്റൊന്നും നിനക്കില്ല, ഇല്ലേ? നമുക്ക് യോഹന്നാൻ 19:11 വായിക്കാം. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. Praise the Lord. കേട്ടെ, നമുക്ക് മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എന്ന് പറഞ്ഞാൽ ഡെലിഗേറ്റഡ് അതോറിറ്റി, അല്ലെങ്കിൽ ദ ഡിറൈവ്ഡ് അതോറിറ്റി. അത് ദൈവം നമുക്ക് എന്ത് നൽകിയോ അതാണ്. സാത്താന് വരെയും ദൈവമാണ് അധികാരം നൽകുന്നത്. നമുക്ക് ആ ഇയ്യോബിന്റെ പുസ്തകം അറിയാമല്ലോ. സാത്താൻ വന്ന് ചോദിക്കുക, എങ്ങനെ ദൈവത്തോട് പറയുക, എങ്ങനെ ഇയ്യോബ് നിനക്കെതിരെ സംസാരിക്കാതിരിക്കും, കാരണം നീ അവന് ചുറ്റും അഗ്നിമതിലായിരിക്കുന്നല്ലോ, ഇല്ലേ? ഉടനെ ദൈവം സാത്താൻ എന്ത് അധികാരം കൊടുത്തോ ഇയ്യോബിന്റെ മേൽ, ആ ഒരു അതോറിറ്റിയിൽ ആണ് സാത്താൻ പ്രവർത്തിച്ചത്, ഇല്ലേ? എതിർ ക്രിസ്തുവിനെ നോക്കിയാലും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, ദ പവർ വാസ് ഗിവൺ അൺ ടു ഹിം. ദൂതന്മാരെ കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൂതന്മാർക്ക് ഏതാ അഗാധകൂപത്തിന്റെ താക്കോൽ കൊടുത്തു. ലൈക്ക് അതോറിറ്റി എന്ത് ചെയ്യുവാണ്? ഗോഡ് ഈസ് ഡെലിഗേറ്റിംഗ് ദ അതോറിറ്റി. മനസ്സിലായേ? നമുക്ക് ദാനിയേൽ പ്രവചനം 11 അധ്യായം 40-45 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയുമില്ല. ഇംഗ്ലീഷ് ബൈബിളിലെ ചില വേർഷൻസിൽ ഹിസ് ടൈം ഷാൽ കം ടു അൻ എൻഡ്. ഇത് ആന്റൈ ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഭയങ്കര പരാക്രമമായിട്ട് ജയിച്ചും കീഴടക്കിയും ഒക്കെ വന്നിട്ട് ഒടുവിൽ സമുദ്രവും മനോഹര പർവ്വതത്തിൻ്റെ ഇടയിൽ
അവനൊരു മണിപ്പന്തൽ വെക്കും. അവിടെ അവൻ്റെ സമയം കഴിഞ്ഞു പോവുക. ഒരു പീരീഡിന് വേണ്ടി ദൈവം അവൻ എന്ത് ചെയ്തു? ഒരു അധികാരം കൊടുത്തു, ഇല്ലേ? പക്ഷേ ക്രിസ്തുവിന് അധികാരം എങ്ങനെ ലഭിച്ചു? ക്രിസ്തുവിന് എങ്ങനെ അവകാശങ്ങൾ ലഭിച്ചു? ഒരു പിതാവ് പുത്ര ബന്ധത്തിൽ അവൻ സകലതിനും ഏ, യോഗ്യനാണ്, അല്ലേ? അടുത്തത്, കർത്താവ് ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്നുള്ള വിഷയത്തിൽ ക്രിസ്തു, ഹെബ്രായർക്കെഴുതിയ ലേഖനം കർത്താവിനെ സകലതിൻ്റെയും സൃഷ്ടിതാവായിട്ട് കാണിക്കുകയാണ്, എഴുതി വെച്ചിരിക്കുകയാണ്, അല്ലേ? ഏ? അത് തന്നെയല്ല, സൃഷ്ടികർത്താവ് തന്നെയല്ല, എല്ലാ സൃഷ്ടിയെയും തൻ്റെ ശക്തിയുള്ള വാക്കിനാൽ പരിപാലിക്കുന്നു. ഹി അപ്ഹോൾഡ്സ് എവറി ക്രിയേഷൻ വിത്ത് ഹിസ് പവർഫുൾ വേർഡ്സ്. അപ്പൊ ഹീ ഈസ് ദ ക്രിയേറ്റർ. പക്ഷേ ദൂതന്മാർ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ദൂതന്മാർ ഒരു സേവകാത്മാക്കളാണ്. നമുക്ക് വായിക്കാം കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15 തൊട്ട് 20 വരെയുള്ള വാക്യം നമുക്ക് മലയാളത്തിൽ വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം കർത്താവ് പറയുന്നത് പോലെ തന്നെയാണ് ഈ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ഇല്ലേ? കർത്താവായ യേശു ക്രിസ്തു സകലതിൻ്റെയും സൃഷ്ടികർത്താവും സകലതും മുൻപ് അവനുണ്ട്. അപ്പൊ ക്രിസ്തു ദൈവമാണ്, ഇല്ലേ? ഹി എക്സിസ്റ്റ് ബിഫോർ ടൈം. സമയം സൃഷ്ടിക്കുന്നതിന് മുന്നേ ആരുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്, അല്ലേ? ത്രിയേക ദൈവമുണ്ട്, ഇല്ലേ? അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ദൂതന്മാരാലല്ല, ദൂതന്മാർക്ക് വേണ്ടിയല്ല, കർത്താവിനാൽ, കർത്താവിന് വേണ്ടി സകലതും സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തൻ്റെ വാക്കിനാൽ സകലതിനെയും പരിപാലിക്കുന്നു. പാപം നിമിത്തം ദൈവ തേജസ്സിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗവും പ്രപഞ്ചവും, അല്ലേ, ഇതിനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിലെ ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ഒരു ദൂതന്മാർക്ക് പോലും വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിൽ തൻ്റെ പരമയാഗത്താൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിനാൽ കർത്താവ് വീണ്ടും നമ്മളെ നിരപ്പിക്കുകയാണ്. ഹി ഈസ് ദ വൺ ഹൂ റിഡീംഡ് us. ഹി ഈസ് ദ വൺ ഹൂ റിക്കൺസൈൽസ് us with God the Father. നമുക്ക് മുൻപോട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ദുരുപദേശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒന്ന് ഡോസിറ്റിസം. അത് പറയുന്നത് എന്തായിരുന്നു? യേശു ക്രിസ്തു ദൈവം ആത്മാവാണ്, ദൈവം മനുഷ്യനാകാൻ കഴിയുകയില്ല. അവരെന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പുകഴ്ത്തി പറയുന്നു, പക്ഷേ ക്രിസ്തു ദൈവമല്ല, ജഡത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു. അടുത്ത ഒരെണ്ണമായിരുന്നു ഇബോയിനിസം. അത് എന്താണ് പറഞ്ഞത്? യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ന്യായപ്രമാണം മുഴുവനും പെർഫെക്റ്റ്ലി ഒബേ ചെയ്തത് കൊണ്ട് പിതാവായ ദൈവം അവനിൽ പ്രസാദിച്ചു. അവൻ്റെ സ്നാനത്തിങ്കൽ ക്രിസ്തോസ് എന്ന ആത്മാവിനെ അവൻ്റെ മേൽ അയച്ചു. ക്രൂശിങ്കൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു കുറ്റവാളിയെ പോലെ ശിക്ഷ ഏറ്റു. ആ സമയത്ത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ സ്നാനത്തിങ്കൽ യേശുവിൽ വന്ന ആ ക്രിസ്തോസ് എന്ന ആത്മാവിനെ പിതാവ് തിരികെ അങ്ങ് എടുത്തു എന്നുള്ള ഒരു കാര്യം.
അതായത് ക്രിസ്തുവിൻ്റെ ദൈവതത്വത്തെ നിഷേധിക്കുന്ന ഒരു ഉപദേശം. എന്നാൽ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യുന്നത് യേശു ക്രിസ്തു വെറും ദൂതനായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഒന്നാമത്തേത് മോർമോണിസം അല്ലെ ലാറ്റർ ഡേ സെയിൻസ് എന്ന് പറയും. അവർ അനേക ഇടങ്ങളിലുണ്ട്. അവർ പറയുന്നത് യേശു ക്രിസ്തു ഒരു സൃഷ്ടിക്കപ്പെട്ടൊരു ദൂതനാണ്, ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ ദൂതനാണ്, എന്നിട്ട് അവൻ മുഖാന്തരമാണ് ബാക്കി സൃഷ്ടിയൊക്കെ ചെയ്തത്. പിന്നെ അത് കൂടാതെ വളരെ രസകരമായ ഒരു കാര്യം, ലൂസിഫറിന്റെ ആത്മ സഹോദരൻ, അതായത് സ്പിരിറ്റ് ബ്രദർ ഓഫ് ലൂസിഫർ ആണെന്നാണ് മോർമോണിസം പഠിപ്പിക്കുന്നത്. ഓക്കെ. അടുത്തത് ശാബതകാരൻ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ്. അവർ പല കാര്യങ്ങളും, അവർക്ക് പല ഉപദേശങ്ങൾ ശരിയായിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് അവർ പഠിപ്പിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് വാസ് ദ ആർക്ക് ഏഞ്ചൽ ബിഫോർ ക്രൈസ്റ്റ്സ് ഇൻകാർണേഷൻ. അവരുടെ ബൈബിൾ ക്ലിയർ വേർഡ് ബൈബിൾ എന്നാണ് അവരുടെ ബൈബിളിന്റെ പേര്. അതിനകത്ത് 1 തെസ്സലോനിയർ 4:16 എഴുതിയിരിക്കുന്നത് വെൻ ക്രൈസ്റ്റ് ഡിസെൻഡ്സ് ഫ്രം ഹെവൻ ആസ് ദ ആർക്ക് ഏഞ്ചൽ. അതായത് യേശു എന്നുള്ളൊരു തത്വം ക്രൂശ് കൊണ്ട് അവസാനിച്ചു, വീണ്ടും സ്പിരിച്വലായിട്ട് ഒരു മീഖായലായിട്ട് വീണ്ടും വരും, വീണ്ടും മീഖായൽ വരും എന്നാണ് 1 തെസ്സലോനിയർ 4:16. ഇപ്പൊ കണ്ടില്ലേ, അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ നമ്മൾ അതല്ലല്ലോ നമ്മുടെ ടോപ്പിക്ക്. പക്ഷെ ഈ ഓർഗനൈസേഷൻസ് എല്ലാം പഠിപ്പിക്കുന്ന യേശു ആർക്ക് ഏഞ്ചൽ മീഖായലാണ്, യേശു വെറും ഒരു ദൂതനാണ്. മോർമോണിസം പറയുന്നു ലൂസിഫറിന്റെ ആത്മ സഹോദരനാണെന്ന്. ഓക്കെ. യഹോവ വിറ്റ്നസ്, യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നത്, അതായത് ഏറിയനിസം ഇൻഫ്ലുവൻസ് ഉള്ള ഓർഗനൈസേഷൻസ് ആയതൊക്കെ, ഇവർ പഠിപ്പിക്കുന്നതും സെയിം തന്നെ. യേശു ക്രിസ്തു ആർക്ക് ഏഞ്ചൽ, ദൈവം പിതാവായ ദൈവം ആദ്യം മീഖായലിനെ സൃഷ്ടിച്ചു, മീഖായലാണ് ക്രിസ്തുവായിട്ട് വന്നതും, മീഖായൽ ആ ക്രിസ്തുവിൽ കൂടി ബാക്കി സകലതും സൃഷ്ടിച്ചു എന്നുള്ളൊരു ടീച്ചിങ്. അവർ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഫിസിക്കൽ റിസറക്ഷൻ അല്ല, മറിച്ചൊരു സ്പിരിച്വൽ റിസറക്ഷൻ ആണെന്നും, യേശു ക്രിസ്തു ആത്മീകമായിട്ട് 1914 ലോകത്തിൽ മടങ്ങി വന്നു. ഇന്ന് യഹോവ വിറ്റ്നസിന്റെ ടവറിൽ നിന്ന് കർത്താവ് വാഴുന്നു. എന്നിട്ട് അവര് ഒരു യഥാർത്ഥ ഹെൽ, ഒരു ലിറ്ററൽ ഹെൽ ഇല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഓർഗനൈസേഷൻസ് എല്ലാം പറയുന്നത് എന്തോ, ജീസസ് വാസ് എ ക്രിയേറ്റഡ് ഏഞ്ചൽ. പക്ഷെ അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനക്കാരൻ പറയുന്നത്, അല്ല, അവൻ ആണ് ദൂതന്മാരെ സൃഷ്ടിച്ചത്, ദൂതന്മാർ അവനെ ആരാധിക്കുന്നു. 32:1. ഈ മലയാളത്തിൽ നമുക്ക് ഈ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 32:1 ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. യെശയ്യാവ് 37:12-16 ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. കണ്ടോ, മുമ്പ് നമ്മൾ വായിച്ചത് എന്താണ്? കർത്താവാണ് സകലതിനെയും, ഇല്ലേ, ദൃശ്യവും അദൃശ്യവുമായത്, സ്വർഗത്തിലുള്ളതായിട്ട് ഭൂമിയിലാകട്ടെ സകലതിനെയും സൃഷ്ടിച്ചതാരാ? ക്രിസ്തുവ. യെശയ്യാ 37:16 ഹെസക്കിയ പ്രാർത്ഥിക്കാൻ പറയുക, അത് നീയാ, അത് നീയാ കർത്താവേ എന്നാണ് പറയുന്നത്, അല്ലേ? യെശയ്യാ 37:16. ഇനി നമുക്ക് മുൻപോട്ട് നോക്കാം. 1 രാജാക്കന്മാർ 22:19 അതിന് അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. അപ്പൊ സ്വർഗ സൈന്യം എന്ന് പറയുമ്പോൾ ദൂതന്മാരെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ബൈബിൾ 32:1 ഇവൻ മലയാളം ബൈബിളിൽ അവയിലുള്ള ചരാചരങ്ങളെയും തികഞ്ഞു എന്ന് എഴുതുമ്പോൾ അവിടെ ദ ഹോസ്റ്റ്സ് ഓഫ് ഹെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹോസ്റ്റ്സ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1 രാജാക്കന്മാർ 22:19 നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം, അതിൻ്റെ ഇടത്തും വലത്തും എല്ലാ ദൂതന്മാരും
നിൽക്കുക. ആ ദൂതൻ എല്ലാ സകല ദൂതന്മാരെന്ന് പറയുമ്പോൾ ആ ദൂതന്മാരിൽ ആരുണ്ട്? മീഖായലുണ്ട്, ഗബ്രിയേലുണ്ട്, ബാക്കിയുള്ള എല്ലാ ദൂതന്മാരും കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. നോക്കണേ നെഹമ്യ 9:6 നമുക്ക് വായിക്കാം. നീ നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയെ ഒക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. കണ്ടോ, ആകാശത്തിന്റെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. ദൂതന്മാർ ദൈവത്തെ, ക്രിസ്തുവിനെ എന്ത് ചെയ്യുക? ആരാധിക്കുക. സൃഷ്ടികർത്താവും ദൂതന്മാർ, എല്ലാ ദൂതന്മാരും സൃഷ്ടി മാത്രമാണ്, അല്ലേ? അവരെല്ലാരും എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനെ ആരാധിക്കുന്നു. നമുക്ക് ഒരു ചോദ്യം, മുമ്പ് 3-4 ഓർഗനൈസേഷൻസ് പറയുന്നുണ്ടല്ലോ, യേശു ക്രിസ്തു വെറും മീഖായലായിരുന്നു എന്നുള്ളത്, അല്ലെ? ആർക്ക് ഏഞ്ചൽ. നമുക്ക് 1-2 വാക്യം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 86:8-10 വരെയുള്ള വാക്യം വായിക്കാം. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല. നിന്റെ പ്രവർത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. കർത്താവെ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു. അപ്പൊ സങ്കീർത്തനം 86:8-10 വരെ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരിൽ, ദേവന്മാർ എന്ന് പറയുമ്പോൾ ദൂതന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്, അവരിൽ ആരും തന്നെ യേശുക്രിസ്തുവിന് തുല്യനായി ആരുമില്ല. അപ്പോൾ മീഖായേൽ യേശുക്രിസ്തുവിന് തുല്യനാണോ? അല്ല. ഗബ്രിയേൽ യേശുക്രിസ്തുവിന് തുല്യനാണോ? അല്ല. കർത്താവായ യേശുക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാണ്. അവരെല്ലാരെയും സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്, ഇല്ലേ? സങ്കീർത്തനം 89:6. സ്വർഗത്തിൽ യഹോവയോട് സദൃശനായവൻ ആര്? ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആര്? കണ്ടോ, വളരെ ക്ലിയർ ആയിട്ട് അവിടെ ചോദിക്കുക, സ്വർഗത്തിൽ യഹോവയുടെ സദൃശനായി ആര്? ദൈവപുത്രന്മാർ എന്ന് പറയുമ്പോൾ ഏഞ്ചൽസ്. അവരിൽ യഹോവയ്ക്ക് തുല്യൻ ആര്? ഇതിന്റെ ആൻസർ എന്തുവാ? ആരുമില്ല. കണ്ട, ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ. അടുത്തത് പുറപ്പാട് 15:11. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആര്? 1 രാജാക്കന്മാർ 8:23 നമ്മളൊന്ന് വായിക്കാം. മുമ്പ് വായിച്ചതാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവും ഇല്ല. Praise the Lord. കണ്ടോ, ഈ 2 വാക്യങ്ങൾ എല്ലാ മേഖലകളും കവർ ചെയ്തിട്ട് പറയുക, സ്വർഗത്തിലോ ഭൂമിയിലോ നിനക്ക് തുല്യനായി ആരുമില്ല. ദേവന്മാരിലോ മനുഷ്യരിലോ ആരിലുമില്ല. അപ്പൊ നമ്മുടെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. കർത്താവ് മീഖായേലാണോ? അല്ല. മീഖായേലിനെ സൃഷ്ടിച്ചവനാണ്. മീഖായേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം വൺ ഹൂ ഈസ് ലൈക്ക് ഗോഡ് എന്നാണ്. ദൈവത്തെ പോലെ ഉള്ളവൻ. ദൈവമല്ല, റൈറ്റ്? എന്നാൽ ദൈവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, റൈറ്റ്? നമുക്ക് മുൻപോട്ട് പോകാം. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകങ്ങളിൽ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പാട് ലഭിച്ചതിന് ദൂതൻ വന്ന് വെളിപ്പാട് പറയുകയാണ്. അപ്പോൾ അവിടെ യോഹന്നാൻ ഇതെല്ലാം കണ്ടപ്പോൾ ഈ ദൂതന്റെ കാൽക്കൽ വീണ് ആരാധിക്കാൻ തുടങ്ങി. നമുക്ക് നോക്കാം, 2 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. വെളിപ്പാട് 19:10, വെളിപ്പാട് 22:8. നമുക്കൊന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. വെളിപ്പാട് 19:10. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്. ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു.
വെളിപ്പാട് 22:8-9. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. Praise the Lord. ഇവിടെ ഈ ഭാഗങ്ങളിൽ ഈ ദൂതൻ ആരാണെന്ന് ആ ദൂതന്റെ പേര് കൊടുത്തിട്ടില്ല. പക്ഷെ മീഖായൽ ആണേലും ശരി, ഗബ്രിയേൽ ആണേലും ശരി, ഏത് ദൂതനാണേലും ശരി, ഈ ദൂതൻ പറയുന്നത് എന്തുവാ? എന്നെ ആരാധിക്കല്ലേ, യഹോവയെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ. അടുത്ത കാരണം, യേശു ക്രിസ്തുവിൻ്റെ രാജ്യവും എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇത് നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 7 മുതൽ 11 വരെ, 6 മുതൽ 11 വരെയുള്ള വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. Praise the Lord. കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ രാജ്യത്വവും സദാകാലത്തേക്കുള്ളതാണ്. ഹല്ലേലൂയ. അതിൻ്റെ 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ? ബട്ട് അൺടു ദ സൺ ഹി സേയത്ത്, തൈ ത്രോൺ ഓ ഗോഡ് ഈസ് ഫോർ എവർ. ആരാണ് പുത്രനോട് പിതാവ് പറയുക? എന്നിങ്ങനെ, ദൈവമേ. കണ്ടോ, പിതാവ് പുത്രനെ ദൈവം എന്ന് വിളിക്കുന്ന ഒരു ഭാഗമാണിത്. ഇങ്ങനത്തെ ചില വാക്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠർ? ദൂതന്മാർ തെറ്റിപ്പോവും, അവർ വീണുപോയ ദൂതന്മാരുണ്ട്. പക്ഷെ കർത്താവിന് അങ്ങനെ ഒരു മാറ്റവുമില്ല. അവൻ എന്നേക്കും ഒരേവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടുത്ത വാക്യം കാരണം ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള ആ വിഷയത്തിൽ ചിന്തിക്കാം. യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പിതാവിനോട് നിരപ്പിക്കുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് മരിച്ചവരിൽ നിന്നും എന്നേക്കും ജീവിക്കുന്നതിന് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്ത് സ്വർഗത്തിലിരിക്കുന്നു. നമുക്ക് ആ ഒരു വാക്യം വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 3-4 വരെയുള്ള വാക്യം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ, സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞ് ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോൾ, സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ? പിതാവിൻ്റെ വലത് ഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നതായിട്ട് കാണുന്നു, അല്ലേ? അതിൻ്റെ 59-ാമത്തെ വാക്യത്തിൽ പറയുക, ആൻഡ് ദേ സ്റ്റോൺഡ് സ്റ്റീഫൻ calling upon God and saying, Lord Jesus, receive my spirit. കർത്താവായ യേശു സ്തേഫാനോസ് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിലേക്ക് വിളിച്ചപേക്ഷിച്ചിട്ട് പറയുക, കർത്താവെ, എൻ്റെ ആത്മാവിനെ നീ സ്വീകരിക്കണമേ എന്ന്.
ആരേലും ബൈബിളിൽ ഏതേലും ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ടോ മീഖായേലെ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന്? അതോ ഏതേലും ഒരു ദൂതന്റെ നാമത്തിൽ, ഏതേലും ഒരു പ്രവാചകനോ വിശുദ്ധന്റെ നാമത്തിൽ പറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങനല്ല, അല്ലേ? കർത്താവ് ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുന്നവൻ. ഹല്ലേലൂയ. നമുക്ക് മുൻപോട്ട് പോകാം. ആ, ബൈബിളിൽ പഴയ നിയമത്തിൽ പല ഇടങ്ങളിൽ ദ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദൂതൻ എന്നുള്ള അപ്പിയറൻസ് നമുക്ക് കാണാൻ കഴിയും. അതാരാണ്? ക്രിസ്തുവേശുവിൻ്റെ അവതാരപൂർവ പ്രത്യക്ഷതയാണ് നമ്മൾ അത് കാണുന്നത്. ദ പ്രീ ഇൻകാർണേറ്റ് ജീസസ് ക്രൈസ്റ്റ്, യഹോവ അല്ലെങ്കിൽ യഹോവയുടെ ദൂതൻ എന്ന പേരിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ ദൂതന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദൂതൻ ആരാധന സ്വീകരിക്കുന്നു. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 1 തൊട്ട് 23 വരെയുള്ള വാക്യം നമ്മൾ വായിക്കും. അത് ഫുൾ ആ ചരിത്രം അവിടെ ഉണ്ട്. ഇനി ജസ്റ്റ് 21 മുതൽ 25 വരെയുള്ള വാക്യം നമുക്ക് മലയാളത്തിൽ വായിക്കാം. ന്യായാധിപന്മാർ 13, 21 തൊട്ട് 25 വരെ. യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് കണ്ടോ? ദൈവത്തെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം. മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയോ ഇവ ഒക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ട്. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് പഴയ നിയമത്തിൽ ഒട്ടേറെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് മുൻപ് ഉള്ള ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് നമ്മൾ കാണുന്നത്. ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. പ്രത്യേകത എന്താണ്? ദൈവം എന്ത് പറയുന്നു ആ അധികാരപൂർവത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കും. റൈറ്റ്? പറയും, ഞാനാണ് നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കും. തന്നെയല്ല, ആരാധന സ്വീകരിക്കുകയും ചെയ്യും. അല്ലേ? നമുക്ക് അടുത്തൊരു വാക്യം കൂടെ നോക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ വെച്ച് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ. ആര് കണ്ടപ്പോഴാണ്? യഹോവ കണ്ടു. നമുക്ക് വായിക്കാം. കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ, ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. അല്ലേ? മുൾപടർപ്പിൽ ആരാണ്? ദൈവമായിരുന്നു. അല്ലേ? മോശ ദൈവത്തെ നോക്കാൻ ഭയപ്പെട്ട് മുഖം മൂടിക്കളഞ്ഞു. അല്ലേ? അപ്പോൾ കണ്ടില്ലേ, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. അപ്പം നമ്മുടെ ഇത് ലാസ്റ്റ് സ്ലൈഡ് നമ്മൾ ഇന്ന് പഠിച്ചത്, യേശു ക്രിസ്തു വെറും ഒരു ദൂതനല്ല. യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട മീഖായേൽ അല്ല. യേശു ക്രിസ്തു പിതാക്കന്മാരിലും പഴയ നിയമ പ്രവാചകന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാണ്. ആ പിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ദർശനത്തിന്റെ മുഖ്യ വിഷയം യേശു ക്രിസ്തു ആയിരുന്നു. അവരുടെ പ്രവചനവും അവരോടുള്ള വാഗ്ദത്തങ്ങളും അവരുടെ ദർശനങ്ങളെയും പൂർത്തികർത്താവും പൂർത്തീകരണവും ക്രിസ്തു ആയിരുന്നു.
അല്ലേ? അപ്പോൾ തന്നെ നമ്മൾ പഠിക്കുകയുണ്ടായി, യേശു ക്രിസ്തു ദൂതന്മാരെ സൃഷ്ടിച്ചു. അത്യുന്നതങ്ങൾ ദൂതന്മാർ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, അല്ലേ? ഏ? യേശു ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ. കാരണം യേശു ക്രിസ്തു സകലതിൻ്റെയും അവകാശിയായത് ഒരു പിതാവ് പുത്ര ബന്ധത്തിൽ നിന്നാണ്, അല്ലേ? യേശു ക്രിസ്തു സകലതിൻ്റെയും സൃഷ്ടികർത്താവ്. ദൂതന്മാർ ആരാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വവും യേശുക്രിസ്തുവിൻ്റെ ഭരണവും എന്നേക്കുമുള്ളതാണ്. ദൂതന്മാർ കർത്താവിൻ്റെ സേവകന്മാരാണ്. രക്ഷയ്ക്കായി നിയമിച്ചിരിക്കുന്നവരുടെയും സേവകാത്മാക്കളാണ്. യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ സകലതും വീണ്ടെടുത്ത് പിതാവിനോട് സകലരെയും വിശ്വസിക്കുന്നവരെ രമ്യതപ്പെടുത്തുന്നവനുമാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ യേശു ക്രിസ്തുവാണ് ഇരിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തു ദൂതന്മാരിലും ശ്രേഷ്ഠൻ. സമയമെടുത്ത് നിങ്ങൾ കണ്ടതിന് നന്ദി. ദൈവ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.